നമസ്കാരം ഗൈസ്. രാവിലെ എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് പണിക്ക് പോകുന്നതിൻ്റെ ചെറിയൊരു മാറ്റം വേണമെന്ന് വെച്ചിട്ട് നമ്മൾ ഇന്ന് ട്രക്കിലാണ് നടന്നിറങ്ങിയത്. പക്ഷേ വീട്ടിൻ്റെ അടുത്തല്ല കേട്ടോ. ഇന്നലെ ഒരു ലോഡ് എടുക്കാൻ വന്നെടുത്ത് നമ്മൾ അവിടെ തന്നെ പെട്ടുപോയി. പിറ്റേന്ന് ലോഡ് എടുക്കണം എന്നുള്ളത് കൊണ്ട് അവിടെ തന്നെ കിടന്നുറങ്ങേണ്ടി വന്നു. എന്തായാലും ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇനിയൊന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ നേരെ ലോഡ് എടുത്തിട്ട് നമ്മൾ ലണ്ടൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇന്ന് ഡെലിവറിക്ക് പോകുന്നത്. അതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ താമസിക്കുന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ലോഡ് എടുക്കാനായിട്ട് നമ്മൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്തത്. ഇന്നലെ വാങ്ങിച്ച ചപ്പാത്തിയും കടലക്കറിയും ഞങ്ങൾ എന്നോട് കഴിച്ചിട്ട് എൻ്റെ വീട്ടിലെത്തിയപ്പോൾ വീട്ടിൽ ആരുമില്ല. നമ്മളൊക്കെ എവിടെയെങ്കിലും പോയിട്ട് 1-2 ദിവസം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ വീട്ടിൽ ആരും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടെൻഷനല്ലേ. ആ ഒരു ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടേ പറയട്ടോ. എന്തായാലും പെട്ടെന്ന് തന്നെ രാജ്യമോളിൽ ജില്ലുവിനെയും ഡേ കെയറിൽ നിന്ന് പിക്ക് ചെയ്ത് വന്നപ്പോഴത്തേന് 2 ദിവസം കാണാത്തതിൻ്റെ സന്തോഷമാണെന്നുണ്ടല്ലോ. ജില്ലു ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ എന്തൊക്കെയോ കഥകളൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഏൽപ്പിക്കുന്നുണ്ടായിരുന്നു. ആരെയൊക്കെ ഫോൺ വിളിച്ച കഥകളൊക്കെ അവൾ ഇങ്ങനെ എനിക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് കൊച്ചിൻ്റെ സന്തോഷം തന്നെയാണല്ലോ വലുത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു വിളയും കൂട്ടിയിട്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ ഒരു ബേബി ഉണ്ട്, അവനെ കാണുന്നവർക്ക് ഭയങ്കര സന്തോഷം, അവനും അതേ സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും ജിലുവിനെയും കൂട്ടിയിട്ട് നേരെ നമ്മുടെ ബോണിയുടെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ആ കാറിനകത്ത് കയറിയിരിക്കുമ്പോൾ തന്നെ നമ്മൾ കാറിനകത്തുള്ള TV ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എന്തായാലും ഞങ്ങൾ രണ്ട് അവറാച്ചനെ കാണാനായിട്ട് ഇവിടെ എത്തി. പിന്നെ ഇവർ തമ്മിലുള്ള ഓരോ കളിയും സംസാരവും കെട്ടിപ്പിടുത്തവും ഒക്കെ ആയിട്ട് കുറച്ച് നേരം അവിടെയും സ്പെൻഡ് ചെയ്തിട്ടാണ് ഇന്നത്തെ ദിവസം നമ്മൾ കഴിയുന്നത്. ഒരുപാട് നേരം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം നാളെ നമുക്ക് ജോലി ഉള്ളത് കാരണം പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോയാൽ പറ്റും. അങ്ങനെ എന്തായാലും നമ്മളൊരു 10-10:30 വരെ അവിടെ ഇരുന്നു. അതിനുശേഷം നേരെ വീട്ടിൽ വന്നു. ഇനി ബാക്കി കഥകൾ നാളെ.